ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 10 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള തേങ്ങ ചിരണ്ടിയെടുക്കാം കേട്ടോ. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങ ചിരണ്ടിയെടുക്കുക എന്നുള്ളതാണ്. തേങ്ങ നമുക്ക് ചിരകി അതിൻ്റെ 1-ാം പാലും 2-ാം പാലും തിരിച്ചെടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു പിഞ്ചുപ്പും പഞ്ചസാര പൊടിച്ചതും ഏലക്കായും ജീരകം, ഇത്രയൊക്കെ തന്നെ ഇതിന് ആവശ്യമുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റണ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അടിപൊളി ടേസ്റ്റാണേ. അപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാലേ ആ പൊടിയിലോട്ട് തേങ്ങ പിഴിഞ്ഞൊഴിക്കുക എന്നുള്ളതാണ്. തേങ്ങയല്ല, തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും ഞാനിവിടെ ഒരുമിച്ചാണ് കേട്ടോ ഒഴിക്കണത്. അങ്ങനെ നമ്മുടെ പാലൊക്കെ ഇവിടെ പിഴിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മാക്സിമം ഞെക്കി പിഴിഞ്ഞെടുക്കുകയും കുറച്ചും കൂടെ നല്ലത്, കാരണം നന്നായിട്ട് പാല് കിട്ടും കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകണ സമയത്ത് അമ്പരൂന് തേങ്ങ കൊടുത്തു, പിന്നെയും ഓടി വന്നേക്കാണ് എൻ്റെ അടുത്ത് തേങ്ങയും ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു തേങ്ങയൊക്കെ കഴിഞ്ഞു പിന്നെ പാല് പിഴിഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പാല് പിഴിയൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാലൊക്കെ ചേർത്ത് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിലേക്ക് അതിനെ മാറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കയും പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇട്ടത്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ആ പഞ്ചസാരയും ഏലക്കായും പൊടിച്ച് വെച്ച ആ മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ചുപ്പ്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പിഞ്ചുപ്പും അതുപോലെ തന്നെ ജീരകം കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നമുക്കത് വീണ്ടും ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇളക്കി ഏതാണ്ട് ഇപ്പോൾ കാണുന്ന ഈ ഒരു ടെക്സ്ചറിൽ അത് കിട്ടണം കേട്ടോ. അതായത് ഈ കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ പാകമായിട്ടുള്ള കൺസിസ്റ്റൻസി. ഒരുപാട് കട്ടിയാവാനും പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. അങ്ങനെ നമ്മുടെ മാവൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ നമുക്കിനി അത് ആ വട്ടയപ്പം തട്ടുണ്ടല്ലോ, അതാകുമ്പോൾ ഒരു ട്രിപ്പിൽ നമുക്ക് 3 എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ ആ പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മാവ് അതിലേക്ക് ഒഴിച്ച് നമുക്ക് നമ്മുടെ ഇഡ്ഡലി കുക്കറിലുണ്ടല്ലോ അതിലേക്ക് ഇറക്കി കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് നേരം ഒരു 5-6 മിനിറ്റൊക്കെ ആവി കൊണ്ടാൽ തന്നെ ഏകദേശം സെറ്റായി കിട്ടും കേട്ടോ നമുക്ക്. അപ്പം ഞാനിവിടെ 2 കയ്യിലാണ് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കണത്. അങ്ങനെ 3 പ്ലേറ്റും സെറ്റാക്കിയതാ ഞാൻ ഇഡ്ഡലി കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇനി അത് അവിടെ നിന്ന് സെറ്റാവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഏകദേശം ആ കുക്കർ അവിടെ നിന്ന് കുക്കു കുക്കു എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വന്ന് നോക്കി. നല്ല ആവിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ പുറത്തെടുത്ത് നോക്കുമ്പോൾ ഏകദേശം അത് ശരിയായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അതെടുക്കുമ്പോൾ തന്നെ. ആ ഏലക്കായയുടെയും അതുപോലെ തന്നെ ആ ജീരകത്തിൻ്റെയും അടിപൊളി കിടിലൻ സ്മെല്ലാണ് കേട്ടോ. സ്മെല്ല് മാത്രമല്ല കിടിലൻ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാരൊക്കെയാണ് വീട്ടിലുണ്ടാക്കാറ്? ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡിന് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷും കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിണ്ണത്തപ്പം റെഡിയായി കിട്ടിയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.